എക്കണോമിക്സ് ഇൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ബിരുദാനന്തര കോഴ്സുകൾക്ക് ലോകത്തെവിടെയും വൻ ഡിമാൻഡാണ്. അവിടങ്ങളിലെ ക്യാമ്പസ് ഇന്റർവ്യൂ സവിശേഷ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയിലെ വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ ക്യാമ്പസ് ഇന്റർവ്യൂവിലൂടെ ആകർഷകമായ പോസ്റ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. പ്രീമിയർ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളുടെ സമഗ്രവും വിശകലനാത്മകവുമായ നൈപുണികൾക്ക് സവിശേഷ ശ്രദ്ധ കൊടുക്കുന്നു. ഈ സ്ഥാപനങ്ങൾ വിദേശ ഗവേഷണ പദ്ധതികളിലേക്ക് പഠിതാക്കളെ അയക്കുകയും ആകർഷകമായ കരിയർ സമ്പാദിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രതിഭാശാലികളായ അധ്യാപകർ ഹാർവാർഡ്, കൊളംബിയ, ഓക്സ്ഫോർഡ് തുടങ്ങിയ സർവകലാശാലകളിലെ ഫാക്കൽറ്റികളായി പ്രവർത്തിക്കുന്നുണ്ട്. ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻസ് തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങളിലും സംഘടനകളിലും ഇന്ത്യൻ ജീനിയസുകളുടെ സാന്നിധ്യമുണ്ട്. ഇത്തരത്തിൽ ആകർഷകമായ ഒരു കരിയർ ലോകം നമുക്ക് മുന്നിലുണ്ട്. ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദ പഠനത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ ഡിമാൻഡാണ്. ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ നമ്മുടെ ഇന്ത്യക്കാരായ പല വിദ്യാർത്ഥികളും ഇന്ന് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, യെയിൽ, കൊളംബിയ തുടങ്ങിയ സർവകലാശാലകളിലൊക്കെ തന്നെയും ഫാക്കൽറ്റികളായി വിരാജിക്കുന്നുണ്ട്. മാത്രമല്ല IMF, IBRD, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, യുനിസെഫ് എന്നീ സംഘടനകളിലും വൻകിട സ്ഥാപനങ്ങളിലും നമ്മുടെ ജീനിയസുകൾ ഉന്നത പദവി അലങ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമുക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് എക്കണോമിക്സ് ഒരു പഠന വിഷയമാക്കി മാറ്റിയാൽ തീർച്ചയായും ഈ മേഖലകളൊക്കെ തന്നെയും കൈയടക്കാം. ഇന്ത്യയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉയർന്ന സ്ഥാനമാണ് IIT-കൾക്കുള്ളത്. ആ IIT-കളിൽ എക്കണോമിക്സ് ഇന്നൊരു പ്രധാന പഠന വിഷയമാണ്. IIT Kanpur offers 4-year programs in BSc Economics. ഈ പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ്ഡ് പാസ്സായിരിക്കണം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. IIT Bombay also provides 4-year programs in BSc Economics. The admission is also on the basis of JEE advanced course. IIT Kharagpur offers 5-year integrated program in MSc Economics. The admission is based on the JEE advanced score. IIT Madrasil കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസുകാർക്കും ഒരേപോലെ അവസരങ്ങളുണ്ട്. HSEE എന്ന എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് ഇൻ എക്കണോമിക്സ് എന്ന 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. IIT ഖരഗ്പൂരിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ MSc എക്കണോമിക്സ് ഉണ്ട്. ഡിയർ സ്റ്റുഡൻസ്, JEE അഡ്വാൻസ് സ്കോറിൽ നല്ല മാർക്ക് ലഭിക്കുകയാണെങ്കിൽ, നല്ല റാങ്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്കണോമിക്സ് പഠനം IIT ഖരഗ്പൂരിൽ നടത്താവുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾ വെബ്സൈറ്റ് സന്ദർശിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. IIT Madras provides a 5-year integrated program on the basis of HSEE entrance examination. നോക്കൂ, സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഒരേപോലെ അവസരം നൽകുന്ന ഈ കോഴ്സ് MA പ്രോഗ്രാം ഇൻ ഡെവലപ്മെന്റൽ എക്കണോമിക്സ് ഫോർ 5 years ആണ്. മികച്ച കോളേജുകളും പഠന സാധ്യതകളും ഉപരിപഠന മേഖലകളുമാണ് ഡൽഹി സർവകലാശാലയെ വളരെയധികം ശ്രദ്ധേയമാക്കുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ NIRF റാങ്കിംഗ് പട്ടികയിൽ ആദ്യത്തെ 10 കോളേജുകൾ എടുത്താൽ അതിൽ 5 എണ്ണവും ഡൽഹി സർവകലാശാലയിൽ നിന്നുള്ളതാണ്. ആ ഡൽഹി സർവകലാശാലയിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ് എക്കണോമിക്സ്. ഡൽഹി സർവകലാശാലയിൽ കുട്ടികൾക്ക് എക്കണോമിക്സ് പഠിക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ന്യൂഡൽഹി. ഇവിടെ
mode of admission is on the basis of CUET entrance examination. സെന്റ് സ്റ്റീഫൻസ് കോളേജ് ന്യൂഡൽഹി, വളരെ പഴക്കമുള്ള ഈ കോളേജിൽ കുട്ടികൾക്ക് CUET-യുടെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. ലേഡി ശ്രീറാം ഫോർ വിമൺ offers BA Honours in Economics on the basis of the CUET entrance examination. Miranda House is a women's college. It also offers BA Honours in Economics on the basis of CUET entrance examination. ഹിന്ദു കോളേജ് ന്യൂഡൽഹിയിൽ എക്കണോമിക്സ് വിഷയമാക്കി പഠിക്കുവാൻ കുട്ടികൾക്ക് വളരെയേറെ താല്പര്യമുള്ള ഒരു കോളേജാണ്. അവിടെയും CUET-യുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. സെന്റ് സേവിയേഴ്സ് കോളേജ് കൽക്കട്ട, the admission of this college is on the basis of the marks secured for the students in the +2 examination, and an interview is also conducted. Christ University Bangalore offers BA Honours in Economics, and the mode of admission is on the basis of the entrance examination conducted by the Christ University Bangalore. ഇനി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഭിജിത്ത് ബാനർജി പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കാം. പ്രസിഡൻസി യൂണിവേഴ്സിറ്റി കൽക്കട്ട offers BSc Honours in Economics. Mode of admission is on the basis of the entrance conducted by the university. The entrance is PUBDET and it is organized by West Bengal Joint Entrance Examination Board. Madras Christian College, Chennai offers BA in Economics, and the mode of admission is on the basis of the marks secured by the students in +2 examination. Loyola College, Chennai offers BA in Economics, and the mode of admission is on the basis of merit and an interview. Gokhale Institute of Politics and Economics, Pune, വളരെ പഴക്കം ചെന്ന എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ മോഡ് ഓഫ് അഡ്മിഷൻ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ദ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റി. Other major universities which offers wonderful programs in economics are Pondicherry University, Central University of Hyderabad, Indian Statistical Institute Calcutta, Symbiosis International University Pune, and St. Xavier's College Mumbai. ഇനി നമുക്ക് പുതിയതായി വളരെ പ്രശസ്തി ആർജിച്ച ന്യൂബോൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. First one is Azim Premji University Bangalore offers BA in Economics. The mode of admission is on the basis of the entrance examination conducted by the university. Ashoka University Sonipat also offers BA and BSc program in Economics, and the mode of admission is on the basis of the entrance conducted by the university. Kreya University, Andhra Pradesh also offers courses in Economics, and the mode of admission is on the basis of entrance examination. Dear students, നിങ്ങൾക്ക് എക്കണോമിക്സ് ഒരു പഠന വിഷയമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ്. IMF, IBRD തുടങ്ങിയ സ്ഥാപനങ്ങളിലും യുണൈറ്റഡ് നേഷൻസിലെ പോളിസി മേക്കിങ്ങിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്കണോമിക്സ് ഒരു പഠന വിഷയമാക്കേണ്ടതാണ്.